നമസ്കാരം. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നതായ ചില സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങൾ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം അമ്മയുടെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തു തന്നെ വന്നാലും തോൽവി സമ്മതിക്കില്ല, മുന്നോട്ട് തന്നെ പോകും എന്ന് ചിന്തിക്കുന്ന അത്തരത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതായ ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. പല ബന്ധങ്ങളുടെയും അതിർവരമ്പുകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നും കാണുന്നു. ജീവിതത്തിൽ പഠിച്ചതായ പല കാര്യങ്ങളും അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ചില അവസരങ്ങൾ അമ്മ മഹാമായയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൂടുതൽ ശക്തരാക്കി തീർക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. പക്വതയോടെയും മനോബലത്തോടെയും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്നും കാണുവാനായി സാധിക്കുന്നു. ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഒരുപാട് ക്ലേശങ്ങൾ അപ്രതീക്ഷിതമായി തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു. ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായിട്ടുള്ളത്. പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ പശ്ചാത്താപം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പല വിധത്തിലും പ്രത്യാഘാതങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരു വിധത്തിൽ തന്നെയാണ് അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ തരണം ചെയ്യാനോ സാധിച്ചിട്ടുള്ളത് എന്നും കാണുവാനായി സാധിക്കുന്നു. പല ബന്ധങ്ങളിലും ചതിവ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വിഷമത്തോടെ ഓർക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും വളരെയധികം മികവോടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾ പൂർണ്ണതയോടെ പല കാര്യങ്ങളെയും സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിയില്ല എന്നത് വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല എന്നാണ് സന്ദേശത്തിലൂടെ കാണുവാനായി സാധിക്കുന്നത്. ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സ്വന്തം ശ്രമത്തിലൂടെ തന്നെയാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഒരുപാട് സഹായങ്ങൾ പലർക്കും നിങ്ങൾ ചെയ്ത് നൽകിയിട്ടുള്ളതാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. വ്യക്തിയാലോ സാമ്പത്തികമായോ അല്ലാതെയോ പല വിധത്തിലും മനസ്സറിഞ്ഞ് പലർക്കും സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുള്ളവർ തന്നെയാണ്. മനസ്സിൽ പലവിധ ചിന്തകൾ അല്ലെങ്കിൽ നിരവധിയാർന്ന ചിന്തകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചില ദുഃഖങ്ങൾ ഇത്തരം ചിന്തയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ കൂടുതലായും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സമാധാനം നിലനിർത്തണം, അല്ലെങ്കിൽ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. അത്തരം ചില സാഹചര്യങ്ങൾ, സമയങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ് എന്ന് കാണുന്നു. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില വാർത്തകളാണ് എങ്കിലും നിങ്ങളിലേക്ക് തേടി വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നും കാണുന്നു.
ആത്മീയപരമായി ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായ മാറ്റങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും ആവശ്യമുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള കാര്യങ്ങൾ, അത്തരം ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു എങ്കിൽ അത് ഫലം കാണും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. വേദനകളും വിഷമങ്ങളും ഉണ്ട് എങ്കിലും അതെല്ലാം അതിജീവിക്കുവാൻ സാധിക്കുന്ന മനഃശാന്തിയാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരാനും അത് നിങ്ങളിൽ നിലനിർത്തുവാനുമുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ചില വ്യക്തികൾ മൂലമോ ചില കാര്യങ്ങൾ മൂലമോ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ അല്ലെങ്കിൽ അത്തരം വിഷമിക്കുന്നതായ വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മനസ്സുറപ്പുള്ള അവസരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്ന് കാണുന്നു. നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും നിങ്ങളെ ഇപ്രകാരമാക്കി തീർക്കുന്നത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ ഉറച്ച വിശ്വാസം നിങ്ങളിൽ വേണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പരിശ്രമങ്ങളിൽ വിശ്വസിക്കുന്നതായ വ്യക്തി തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് പരിശ്രമത്തിലൂടെ മറുപടി നൽകും എന്നും കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്ന സാഹചര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതായ മാർഗങ്ങൾ കാട്ടിത്തരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാനും വ്യക്തത വരുത്തുവാനും സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും അവർ നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതിന് മുൻപ് തന്നെ അവർക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകി അനുഗ്രഹിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ പല കാര്യങ്ങളും തിരിച്ചറിയാതെ പോയാൽ നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നും അതിനാൽ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമകരമായ ഘട്ടങ്ങൾ വന്നു ചേരും. ഗുണങ്ങൾ മനസ്സിലാക്കി തന്നെ വിനിയോഗിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. ദിശാബോധത്തോടെ തന്നെ അഥവാ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചിന്തകൾ മാറ്റുവാനുള്ള അവസരങ്ങൾ തന്നെ സമയം തന്നെയാണ് വന്നു ചേരുക. ഒരുപാട് സദ്ഗുണങ്ങൾ നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അവസരമൊരുക്കും എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ നടക്കുന്നതിന് അസാധ്യമായ പരിശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. ആ പരിശ്രമങ്ങൾക്ക് നല്ല മറുപടി തന്നെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനായി പ്രവർത്തിക്കാനുള്ള അർപ്പണബോധവും അനുകൂലമായ സാഹചര്യങ്ങളും സ്ഥിരോത്സാഹവും നിങ്ങളിലേക്ക് വന്നു ചേരുകയും പല കാര്യങ്ങളും നിങ്ങളിൽ നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ കാര്യങ്ങൾ സത്യമായി തീരുവാനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ആവർത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് അനിവാര്യമാകുന്നു. ചില കാര്യങ്ങളെ, ചില വ്യക്തികളെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. പ്രശ്നമുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അറിയാത്ത പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ അഥവാ അറിയാനുള്ള അവസരങ്ങൾ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്.
ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തുവാനുള്ള സാധ്യതകൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിലും സാമ്പത്തികപരമായ ഉന്നതിയിലേക്കും നയിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സാന്നിധ്യം മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നിങ്ങൾക്ക് നൽകും എന്നും കാണുവാനായി സാധിക്കുന്നു. അത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. പല സമയങ്ങളും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത് പോലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ കൃപാ കടാക്ഷത്താൽ തന്നെയാണ്. നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് വിശ്വസിക്കുന്ന ശക്തിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതുമാണ്. അതിരുകളില്ലാതെ തന്നെ സന്തോഷം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ, അമ്മ മഹാമായയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഈ കാര്യങ്ങളിൽ അതിനാൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.